രാജ്കുമാർ, കരൂരിലെ കരിമണ്ണിൽ വീണ ചോരയുടെ ഉത്തരവാദി വിജയ് എന്ന വിവേകമില്ലാത്ത നടൻ മാത്രമാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഒരുപാട് വീഴ്ചകൾ വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ഗുരുതരമായത് 10,000 പേർ മാത്രം പങ്കെടുക്കാൻ അനുമതി തേടിയ റാലിയിൽ 2 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. രാവിലെ 11 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ വിജയ് എത്തിയത് രാത്രി 11 മണിക്ക്. അവിടെ സാധാരണക്കാരായ പാവങ്ങളായ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ഒരുക്കിയിരുന്നില്ല. അങ്ങനെ നിരവധി കുറ്റങ്ങൾ. ഏറ്റവും ഗുരുതരമായ കാര്യം, നിർജ്ജലീകരണം സംഭവിച്ച ജനങ്ങൾക്കിടയിലേക്ക് ഒരു കുപ്പി വെള്ളം എറിഞ്ഞുകൊടുത്ത വിവേകമില്ലായ്മ വിജയ് കാട്ടി. അതിനെ തുടർന്നാണ് വലിയ തരത്തിലുള്ള തിക്കിത്തിരക്കുണ്ടായത്, നിരവധി പേർ കുഴഞ്ഞു മരിക്കാനിടയാക്കിയത്. ഇതിൻ്റെ ഉത്തരവാദി വിജയ് എന്ന് പറയുന്ന നടൻ മാത്രമാണ്. ഒരുപക്ഷെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ പോലെ ഐഡിയോളജിയും ഇല്ലാത്തൊരു നേതാവ് വരുത്തിവെച്ച വലിയൊരു ദുരന്തം. ഇത് കഴിഞ്ഞ കുറെ നാളുകളായി, അതായത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ കാരണമായത് തന്നെ BJPയുടെ സംഘപരിവാറിന്റെ കൊടിയ പീഡനങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കലാസൃഷ്ടിയിൽ സിനിമയിൽ നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട് പരോക്ഷമായി. അതിനെ തുടർന്നാണ് സംഘപരിവാർ ആ സിനിമ അനുവദിക്കണം, നടൻ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുകയും തിയേറ്റർ അടപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. വലിയ പ്രക്ഷോഭങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു താനും അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം നൽകേണ്ടി വരും, രാഷ്ട്രീയ പാർട്ടി തുടങ്ങുമെന്നുള്ളൊരു പ്രഖ്യാപനം അറിയിക്കുകയും പൊതുപ്രവർത്തന രംഗത്തേക്ക് വരികയാണ്, തൽക്കാലത്തേക്ക് സിനിമയിൽ നിന്ന് വിട പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം PVK എന്നുള്ള പാർട്ടിക്ക് രൂപം നൽകിയതും ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായി അദ്ദേഹം നിരന്തരമായി ഇങ്ങനെ തമിഴ്നാടിലുള്ള ജില്ലകളിലെല്ലാം ഇതുപോലെ റാലികൾ നടത്തി വരികയായിരുന്നു. ഈ റാലികളിലെല്ലാം ജനക്കൂട്ടം. ഏറ്റവും ഒടുവിൽ നടന്ന റാലിയിലും ഇതേപോലെ അമ്പത്തൂർ നടന്ന റാലിയിൽ ഇതുപോലെ ഒരു ചെറിയ ആക്സിഡന്റ് നടന്നിരുന്നു. അവിടെ 3-4 പേർ മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ തന്നെ മദ്രാസ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ, ചെന്നൈ ഹൈക്കോടതി ഈ PVKക്കെതിരെ കേസ് വന്നപ്പോൾ PVKയോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ഇങ്ങനെ എല്ലാ റാലിയിലും വൻ ജനക്കൂട്ടമുണ്ട്, ഇത്രയും വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ തമിഴ്നാട് പോലീസിനെ കൊണ്ട് കഴിയുമോ? ഇത് അവരവർ അച്ചടക്കത്തോടുകൂടി പാലിച്ചു പോകേണ്ടതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വേണം ഇത്രയും വലിയ ജനക്കൂട്ടത്തെ എത്തിക്കാൻ എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ആ ഹൈക്കോടതിക്ക് മുമ്പിലാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ എല്ലാ സ്ഥലത്തും ജനത്തിരക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല, അത് അവർ തന്നെത്താൻ വരുന്നവരാണ്, ഞങ്ങൾ പരമാവധി ഇത് നിയന്ത്രിക്കും, നല്ല നിലയിൽ ഇതിനെ ഞങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. കോടതിയുടെ അടുത്ത നിരീക്ഷണം എന്നത്, ഏതെങ്കിലും കാരണവശാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ, നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കുമെന്ന് PVKയെ തന്നെ പേരെടുത്ത് പറഞ്ഞ് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഒരു 6-7 ദിവസം പിന്നിടുമ്പോഴാണ് അതിദാരുണമായി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാടിനെ മുഴുവനും, അല്ലെങ്കിൽ മനുഷ്യത്വമുള്ളവരെ മുഴുവനും ദുഃഖത്തിലാഴ്ത്തി, കണ്ണീരിലാഴ്ത്തി 39 പേരുടെ ജീവൻ പൊലിഞ്ഞത്. അതിൽ തന്നെ 9 കുഞ്ഞുങ്ങൾ, 16 സ്ത്രീകൾ. ഇതെല്ലാം സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാനും വയ്യ. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ നടൻ ഈ വിജയ്ക്കെതിരെ കുന്തമനകൾ മുഴുവനും അദ്ദേഹത്തിന് നേരെയാണ് തിരിയുന്നത്. സമയത്തിന് അദ്ദേഹം ഏതെല്ലാം റാലിയിൽ അദ്ദേഹം ഈ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ, നടത്തിയിട്ടുണ്ടോ, പറഞ്ഞ സമയം അദ്ദേഹം പാലിച്ചിട്ടില്ല. 10 മണിക്കാണ് രാവിലെ റാലി വെക്കുന്നതെങ്കിൽ അദ്ദേഹം ഇത് റാലി നടക്കുന്നത് കോയമ്പത്തൂർ ആണെങ്കിൽ അദ്ദേഹം ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്നത് 11 മണിക്കായിരിക്കും. ഈ നിലയിലായിരുന്നു അദ്ദേഹം തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു വന്നിരുന്ന ഒരു പോളിസി. കൂടുതൽ ആളുകൾ എത്തട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. പക്ഷേ അതിപ്പോൾ ഒരു വലിയ ഒരു ദുരന്തത്തിൽ കൊണ്ട് കലാശിച്ചു. 39 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾ, ഭാവി വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങൾ, ഒന്നും അറിയാത്ത നിരപരാധികളായ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഈ രക്ഷകർത്താക്കൾ അവിടെ വന്ന് നിന്നത്. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികളും അമ്മയും ഇപ്പോൾ ആ കുടുംബത്തെ അനാഥമാക്കി. രാജ്കുമാർ, ഇതിൽ ഏറ്റവും ഗൗരവതരമായ മറ്റൊരു വിഷയം, ഈ റാലിയിൽ 1000-ഓളം കുട്ടികൾ പങ്കെടുത്തു, അതും 15 വയസ്സിൽ താഴെയുള്ളവർ. ഈ കുട്ടികളടക്കം പങ്കെടുക്കുന്നത് ഈ TVKയുടെ നേതാക്കൾക്ക് അടക്കം അറിയാം. അവർക്ക് കുടിവെള്ളം ഒരുക്കുക, ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക പോലും ചെയ്യാതെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐഡിയോളജിയും ഇല്ലാത്ത ഒരു നേതാവ് വിജയ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം രാജ്കുമാർ, ഇന്ന് ഈ ദുരന്ത സ്ഥലം സന്ദർശിച്ച AIADMKയുടെയും അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കൾ ഒരക്ഷരം വിജയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല. അത് അണ്ണാമലൈ ആയാലും എടപ്പാടി പളനിസ്വാമി ആയാലും അവിടെയൊക്കെ ചില ദുരൂഹതകൾ വർദ്ധിക്കുന്നുണ്ട്. എങ്ങനെയാണ് വിജയ് എന്ന ആ താരം തമിഴക രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? നിലവിലുള്ള DMK രാഷ്ട്രീയത്തിനെതിരെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ഇടപാട് നടത്തുന്നത് എല്ലാം മനസ്സിലാകുന്നുണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക്, രാജ്യത്തെ ജനങ്ങൾക്ക്. എന്തുകൊണ്ടാണ് ഈ BJP നേതാക്കളും AIADMK നേതാക്കളും ഒരക്ഷരം വിജയ്ക്കെതിരെ പറയാഞ്ഞത് എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട് രാജ്കുമാർ. ഇവിടെയാണ് ഈ കരൂർ ദുരന്തത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ അവർ ശ്രമിക്കുന്നത്.
ഇതില് ഇടപ്പാടി പളനിസ്വാമി പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റിന്റെ വീഴ്ചയാണ്, പോലീസാണ് ഇതിൽ കൃത്യമായി ആളുകളെല്ലാം നേരത്തെ റാലികളിൽ കൂടുതൽ ആളുകൾ വരുന്നത് മുൻകൂട്ടി അറിയാമല്ലോ, അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി അവിടെ സുരക്ഷ ഒരുക്കേണ്ടുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമായിരുന്നു, താനും മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് എന്നാണ് ഈ അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഒരു മറുപടി അദ്ദേഹം പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. അവിടെ മാധ്യമപ്രവർത്തകർ നടൻ വിജയ്ക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ, അദ്ദേഹമല്ലേ മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമല്ലേ എന്ന് ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹം വിജയെ സൂചിപ്പിച്ചതുപോലെ വിജയെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളെ നടൻ വിജയെ ഒരു വാക്കുകൊണ്ട് പോലും PVKയുടെ നേതാവിനെ കുറ്റപ്പെടുത്താതെ ഈ നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് ഇത് മുഴുവനും പഴിചാരി രക്ഷപ്പെടാനുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തുന്നത്. ഇതിന് സമാനമായി ഇന്നലെ രാത്രി തന്നെ ഈ ഇതില് അണ്ണാമല BJPയുടെ തമിഴ്നാട് മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള അണ്ണാമലയും ഇതേ നിലപാട് സ്വീകരിച്ചു. അവിടെ വിളക്കണഞ്ഞുപോയി, വൈദ്യുതി ബന്ധം തന്നെ നിലച്ചുപോയി, ഇതിനെല്ലാം ദുരൂഹതയുണ്ട്. അത് ഇന്ന് ഇടപ്പാടി പളനിസ്വാമിയും ഇന്ന് അദ്ദേഹം അതേ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും മനുഷ്യനിർമ്മിതമാണ് എന്ന് പറയുമ്പോൾ ഇതിലൊരു ഗൂഢാലോചനയുണ്ടോ? വിളക്കണഞ്ഞതിന് ശേഷമാണ് അവിടെ തിക്കും തിരക്കും ഉണ്ടായത്. ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അവർ ബോധപൂർവം സൃഷ്ടിച്ചതാണോ തുടങ്ങിയ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ച് ഈ നടൻ വിജയെ അതിൽ നിന്ന് രക്ഷിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, DMKയും കോൺഗ്രസും ഇന്നലെ രാത്രി തന്നെ നടൻ വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവരുടെ രാഷ്ട്രീയ പ്രസ്താവന നടത്തിയിരുന്നു. CPIM തമിഴ്നാട് ഘടകം പറഞ്ഞത് ചെന്നൈ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കണമെന്നായിരുന്നു CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഷൺമുഖന്റെ ഇതിലെ എക്സ് അക്കൗണ്ടിൽ അദ്ദേഹം കുറിച്ചത്. ഇത് ഇവരുടെയൊക്കെ രാഷ്ട്രീയ നിലപാടുകൾ അവർ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആണെങ്കിലും ശരി, അതേപോലെ പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ കൂടിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ ആണെങ്കിലും ശരി, ഉദയനിധി സ്റ്റാലിൻ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വാക്കുകൾ എല്ലാം അദ്ദേഹത്തോടും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എപ്പോഴും മുകൾ തട്ടിലുള്ളവർ ഇപ്പൊ ഒരു സമ്മേളനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘടിപ്പിക്കുമ്പോൾ താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനാകില്ല, അവരായിരിക്കുമല്ലോ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത്. ആ സ്ഥലത്തെ കാര്യങ്ങളെ കുറിച്ച് അവർക്കല്ലേ അറിയാമായിരുന്നത്. കരൂരിലുള്ള ഈ PVKയുടെ നേതാക്കളുടെ ഭാഗത്തും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ കരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഏകാംഗ കമ്മീഷനെ, ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. അവരുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ആരാണ് ഇതിൽ കുറ്റവാളികൾ എന്ന് കണ്ടെത്തുക. അതിനു മുമ്പേ ഒരു യുക്തി പറയാൻ എന്തായാലും തമിഴ്നാട് ഗവൺമെന്റ് ഇല്ല, അത് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഉദയനിധി സ്റ്റാലിൻ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. ശരി, രാജ്കുമാറാണ് കരൂർ ദുരന്തത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പങ്കുവച്ചത്. ഏതായാലും ഇപ്പോൾ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. 31 പേരുടെ മൃതദേഹ പോസ്റ്റ്മോർട്ടമാണ് പൂർത്തിയാക്കിയത്. അമരാവതി മെഡിക്കൽ കോളേജിലും കരൂർ സർക്കാർ ആശുപത്രിയിലുമാണ് മറ്റുള്ളവർ ചികിത്സയിൽ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ രാജ്കുമാർ പങ്കുവച്ചത്.